നമുക്കറിയാവുന്ന പ്രപഞ്ചത്തിന് പരിമിതികളുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്ര ബഹുലമാണ്. അതിനപ്പുറത്തുള്ള അവന്റെ ജ്ഞാനത്തിന്റെ ആഴങ്ങളും അതിന്റെ ഭണ്ഡാരങ്ങളും ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയാത്ത നമ്മളോട് ദൈവം തന്റെ ഹിതത്തിന്റെ മർമ്മം ഒന്ന് വെളിപ്പെടുത്തി തന്നപ്പോ തിരിച്ചെല്ലാം പറയും, അയ്യോ ആ ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, to the praise of his glory എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ദൈവം ചെയ്തതെന്ന് എന്താണെന്ന് അറിയാമോ? അവന്റെ മഹത്വം പുകഴ്ത്തപ്പെടണം. എഫെസ്യ ലേഖനമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. വേദപുസ്തകത്തിലെ, പുതിയ നിയമത്തിലെ എന്നല്ല, വേദപുസ്തകത്തിലെ കടുകട്ടിയായ മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് പല കമന്റേറ്റേഴ്സും പല എക്സ്പോസിറ്റേഴ്സും പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ ഞാൻ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തു യേശുവിൽ നമ്മുടെ കർത്താവായ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ ഓൾറെഡി കണ്ടു. ചില വാക്കുകളൊന്ന് ആവർത്തിക്കണം, ശ്രമിക്കുക. 3-ാം വാക്യം മുതൽ അതിന്റെ 14-ാമത്തെ വാക്യം വരെ ഒറ്റ വാചകമാണ്, ഒറ്റ സെന്റൻസ് ആണ്. കുത്തില്ല, കോമ ഇല്ല, ഒറിജിനൽ വേർഷനില്ല, സെമിക്കോളൻ ഇല്ല, ഹൈഫൻ ഇല്ല. ഫുൾ സ്റ്റോപ്പിന്റെ കാര്യം പറയണ്ട, ഒറ്റ വാചകമാണ്, ഒറ്റ സെന്റൻസ് ആയി. എന്താ പറയുന്നത്, എങ്ങനെയാണ് അത് അവതരിപ്പിക്കുക ഒരു മനുഷ്യൻ? എന്നാൽ നമുക്കറിയാമല്ലോ, പുന്നമടക്കായലിൽ വള്ളംകളിയായിരുന്നു അല്ലേ? അതിന്റെ കമന്ററി നിങ്ങളൊക്കെ ചിലത് കേട്ട് കാണും. ശ്വാസം വിടാതെ പറയുന്നത് അല്ലേ? അങ്ങനെ ശ്വാസം വിടാതെ ഒരാൾ പറയുന്നത് എപ്പോഴാണ്? എക്സൈറ്റഡ് ആകുമ്പോൾ, കറക്റ്റ്, അന്തം വിടുമ്പോൾ അല്ലേ? അല്ലെ? നമ്മളപ്പോൾ ചെറിയ ചെറിയ വാചകങ്ങളായി ഒന്ന് നിർത്തിയൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പോൾ അന്തം വിട്ട് പൗലോസ് സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? നിങ്ങളുടെ മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, മൊബൈൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്നു, ഇംഗ്ലീഷ് അറിയാവുന്ന പിള്ളേരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആപ്പിലോ നെറ്റിലോ ഓക്കെ മെസ്സേജ് ബൈബിൾ ഒന്ന് നോക്കണം. മെസ്സേജ് ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ദ മെസ്സേജ്. യുജീൻ പീറ്റേഴ്സ് എന്ന് പറയുന്ന ആള് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേർഷൻ അല്ല, അത് ഒരു ട്രാൻസ്ലേറ്റഡ്, ഒരു പാരാഫ്രൈസ്ഡ് വേർഷനാണ്. വളരെ രസകരമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാമല്ലോ. സാഹിത്യം നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ, അത് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾ വായിച്ചിട്ട് പോകാം. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച പറയാം. ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നതിന്, എന്നിട്ട് ഓരോ കാര്യങ്ങളും എടുത്ത് ഒരു മോഡേൺ വേർഷനിലേക്ക് അദ്ദേഹം കൊണ്ടുവരിക. അപ്പോൾ ദൈവം വാഴ്ത്തപ്പെടട്ടെ, ഒറ്റ വാചകം 3 മുതൽ 14 വരെ. എന്നാൽ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ട്രാൻസ്ലേറ്റേഴ്സ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും ഒക്കെ പല വാക്യങ്ങളായിട്ട് അതൊന്ന് അഴിച്ചു പെറുക്കിയിരിക്കുക. പക്ഷെ ഈ അഴിച്ചു പെറുക്കിയതിനെ എങ്ങനെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്കിതിനെ ഒന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും? ഞാൻ പല നിലകളിൽ ശ്രമിച്ചു. കാരണം ഈ 1-ാമത്തെ വാക്യത്തിൽ തന്നെ 3 വ്യക്തികളുണ്ട് അല്ലേ? 1-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ വാക്യത്തിൽ ആരൊക്കെയുള്ളത്? പിതാവായ ദൈവമുണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ? പിന്നെ ആത്മീകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളത്. സോ ദിസ് ഈസ് എ ട്രിനിറ്റേറിയൻ ബ്ലെസ്സിംഗ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമെങ്കിലും ഒന്ന് ആവർത്തിക്കുക. ട്രിനിറ്റേറിയൻ ബ്ലെസ്സിംഗ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ നൽകുന്ന അനുഗ്രഹങ്ങളാണ്. എന്നാ പിന്നെ കൊള്ളാമല്ലോ, നമുക്ക് കാര്യം എളുപ്പമായി. ആദ്യം നമുക്ക് ആരുടെ അനുഗ്രഹം എടുക്കാം? പിതാവിൽ നിന്നുള്ള അനുഗ്രഹം എടുക്കാം. പിന്നെ പുത്രനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എടുക്കാം. പിന്നെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എടുക്കാമെന്ന് നോക്കിയപ്പം
അത് ഒട്ടും പറ്റത്തില്ല. കാരണം അറിയാമോ, 3-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ അവിടുന്ന് അങ്ങൊന്ന് തന്റെ, ഞാൻ പറഞ്ഞല്ലോ, പുത്രന്റെ മാത്രം എടുത്താൽ യേശു ക്രിസ്തു മുഖാന്തരം അവനിൽ, ക്രിസ്തുവിൽ എന്ന് ഓരോ വാക്യത്തിലും ആവർത്തിച്ചേക്കുക. 3-ാം വാക്യം കഴിഞ്ഞിട്ട് 13-14 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. പക്ഷേ ബാക്കിയുള്ള വാക്യങ്ങളിലും പരിശുദ്ധാത്മാവ് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ അതും അത്ര ഈസിയായ കാര്യമല്ല. ഈസി ആയിട്ട് പിതാവിന്റെ അനുഗ്രഹങ്ങൾ, പുത്രനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, പരിശുദ്ധാത്മാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ അതും സാധ്യമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? യെസ്. ദിവസം തുറന്നു വെക്കണം. നമുക്ക് ഇന്ന് മുതലിൽ ഈ വാക്യം ഒന്ന് അനലൈസ്, നിങ്ങളും കൂടെ കൂടി ഒന്ന് അനലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒന്നിലേക്ക് പോകാം. അതിലേക്ക് പറയുന്നതൊന്നും വരത്തില്ല. ഇനി വേറൊന്നുണ്ട്. തുടങ്ങി വരുമ്പോൾ അവിടെ വായിക്കുന്നത് ലോക സ്ഥാപനത്തിന് മുൻപ് അല്ലേ? പിന്നീട് ഇങ്ങോട്ട് താഴേക്ക് വായിച്ചു വരുമ്പോ 10-ാം വാക്യത്തിലുണ്ട് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. ഫുൾനെസ് ഓഫ് ടൈം. കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ലോക സ്ഥാപനത്തിന് മുൻപെന്ന് പറയുന്നത് പ്രസന്റ് ആണോ, പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ? പാസ്റ്റ് ആണ് അല്ലേ? സത്യത്തിൽ പാസ്റ്റ് ആണോ? നിൽക്കട്ടെ, നമുക്ക് ചിന്തിക്കാം. കാലസമ്പൂർണതയിലെ വ്യവസ്ഥയോ? ഫുൾനെസ് ഓഫ് ടൈം, ഫ്യൂച്ചർ. ഇനി ഒരല്പം ഫിസിക്സ് പറയാം. ഈ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും പറയണമെങ്കിൽ ടൈം വേണ്ടേ? ടൈം ഉള്ളപ്പോഴല്ലേ പാസ്റ്റ് ഉണ്ടാകത്തുള്ളൂ, ടൈം ഉള്ളപ്പോഴല്ലേ ഫ്യൂച്ചർ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ടൈംലെസ് ആണെങ്കിലോ? ലോകസ്ഥാപനത്തിന് മുമ്പ് ടൈം ഉണ്ടോ? ലോകസ്ഥാപനത്തിന് ടൈം ഉണ്ടോ? ഇല്ല. ഇനി ദൈവം ഈ രണ്ടാമത് പറഞ്ഞ ഫുൾനെസ് ഓഫ് ടൈം എപ്പോഴാ? ടൈം ഈസ് ഫുൾ. വെളിപ്പാട് പുസ്തകം പറയുന്നത് ഇനി കാലം ഇല്ല. നമ്മൾ പാടുന്നത് കാലമെല്ലാം കഴിയും. അപ്പൊ പിന്നെ ഫ്യൂച്ചർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്കതിനെ എങ്ങനെ പറയാം? നമുക്കൊന്ന് പറയാം, ബിഫോർ ടൈം ബിഗാൻ. I'm not calling it past. 2, when time shall be no more. When the roll is called up yonder. When the time shall be no more. അപ്പൊ കാലങ്ങൾ തുടങ്ങുന്നതിന് മുൻപ്, പിന്നെ കാലങ്ങൾ അവസാനിച്ചതിന് ശേഷം. അപ്പൊ അതിനെ മുഴുവൻ നമുക്കൊന്നായിട്ട് എടുക്കാം അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാമോ? മറ്റൊരു 3-fold, ആദ്യത്തെ 3-fold, from Father, from Son, from the Holy Spirit. That's almost difficult. Before the time began, and after the time shall be no more, and in time or during time. അങ്ങനെ വിവരിക്കാമോ? അത് അല്പം ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, നമുക്ക് അതിനെ ഒന്ന് ആവർത്തിക്കുന്ന വാക്കുകൾക്കനുസരിച്ച് ഡിവൈഡ് ചെയ്യാം എന്ന് ഞാൻ നോക്കി. അപ്പോൾ ആകട്ടെ മിക്കവാറും എല്ലാ വാക്യത്തിലും അവന്റെ ഇഷ്ടം, അവന്റെ നിർണയം, ഹിസ് പർപ്പസ്, ഹിസ് വിൽ എന്ന് ഓരോന്നും എടുത്ത് കാണിക്കാം. ഹിസ് പ്ലാൻ. അപ്പൊ അത് നടക്കത്തില്ല. പിന്നെ ചുരുങ്ങി ഒരു കാര്യത്തിൽ വന്നു, അതും ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ 6-ാം വാക്യം തീരുമ്പോ ഒരു കാര്യമുണ്ട്, to the praise of his glory. Is it right? Is it there? Yes. 12-ാം വാക്യം തീരുമ്പോഴുണ്ട്, to the praise of his glory. 14-ാം വാക്യം തീരുമ്പോഴുണ്ട്, to the praise of his glory. Am I right? Yes. Blessed be God. Praise be to God. എങ്ങനെ ആരംഭിച്ചത്? ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ വാഴ്ത്തപ്പെടലിനെ,
അപ്പോസ്തലനായ പൗലോസ് ഒന്നുകൂടെ വെട്ടി നുറുക്കിയിട്ട് ഓരോ ഘട്ടം തീരുമ്പോഴും ഒരു പാട്ടിന്റെ ഒരു സ്റ്റാൻസ തീരുമ്പോൾ ഒരു റിഫ്രൈൻ പോലെ, ഒരു ഈരടി പോലെ, ഒരു ആവർത്തനം പോലെ, സങ്കീർത്തനത്തിലൊക്കെ സേല എന്നെഴുതിയിരിക്കുന്നത് പോലെ, ആമേൻ പറയുന്നത് പോലെ ഇടയ്ക്ക് വെച്ച് പറയാം, ടു ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി, ടു ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി, ടു ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി. So finally I decided to divide the verses according to that phrase. അതുകൊണ്ട് ഞാൻ ആ വാക്കിനെ അടിസ്ഥാനമാക്കി ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇന്ന് പകല് ഇച്ചിരി ഉള്ളിലോട്ട് ഇറങ്ങണം, എന്നെ കൊടുത്ത് വരുമല്ലോ. ചിലപ്പോൾ ഉറക്കം തോന്നുമായിരിക്കും അല്ലേ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങളുടെ ബൈബിളിലുണ്ടോ? എന്നിടത്ത് എവിടെയാ നിങ്ങൾ ആദ്യം കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി, എത്രാം വാക്യത്തിലാണ് കണ്ടത്? 6 കണ്ടല്ലോ. എല്ലാവരും വേദപുസ്തകത്തിലുണ്ടല്ലോ. To the praise of His glory, underline if it is possible. അല്ലെങ്കിൽ നോട്ട് ചെയ്യുക. ഇനി 12ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. മലയാളത്തിൽ അല്പം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. 14ാം വാക്യം, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആയിട്ട്. ഇംഗ്ലീഷിലെല്ലാം ആ വാക്കുകളിൽ അവസാനിക്കുന്നത് അല്ലേ? To the praise of His glory, to the praise of His glory. പറയും മനസ്സിലായോ? പറയും മനസ്സിലായോ? ഇനി ഒന്നുകൂടെ ഒന്ന് പോകാം. ആദ്യത്തെ to the praise of His glory എടുക്കുക. അവിടുത്തെ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. അതാ നമ്മൾ ഇന്ന് പകലിൽ, ഇന്ന് അടുത്ത ആഴ്ചയിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 3, 4, 5, 6 വാക്യങ്ങൾ വായിച്ച്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം പിന്നെ ദത്തെടുക്കേണ്ടതിന് പ്രിയനായവനിൽ സൗജന്യമായി കാണിച്ച മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. വാക്യത്തെ നമുക്ക് അഴിച്ചു പറക്കാം. അതിനു മുൻപ് നിങ്ങളൊന്ന് നോക്കണം, ഇതെപ്പം നടന്ന കാര്യങ്ങൾ ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ബിഫോർ ദ ടൈം ബിഗാൻ. ആരാ ചെയ്തത്? ഹി. ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഗോഡ് ദി ഫാദർ, അല്ലെ? പിതാവായ ദൈവം. പക്ഷേ പുത്രനെ കൂടുതലുണ്ടോ? ഉണ്ട്. ഇൻ ഹിം, ത്രൂ ക്രൈസ്റ്റ് ജീസസ്. എഴുതിയിട്ടില്ലേ? നാം എന്താ എഴുതിയിരിക്കുന്നത്? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ അവനിൽ തിരഞ്ഞെടുക്കുകയും പിന്നെ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് പ്രിയനായവനിൽ സൗജന്യമായി തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. 2 വേർഡുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2 വെർബുകൾ, 2 ക്രിയകൾ. ദൈവം ചെയ്ത 2 കാര്യങ്ങൾ. എന്നെ പോലെ തന്നെ നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാം. ദൈവം എന്തൊക്കെ ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്? വായിച്ചിട്ട് പറയാമോ? ഒന്ന്, തിരഞ്ഞെടുത്തു, അല്ലെ? പിന്നെ തന്റെ സ്നേഹത്തിൽ മുൻ നിയമിച്ചു. He predestined us, He chose us, അല്ലെ? അവൻ നമ്മെ chose us, അവൻ നമ്മെ തിരഞ്ഞെടുത്തു, പിന്നെ അവൻ നമ്മെ മുൻ നിയമിച്ചു. 2 കാര്യത്തിനും പർപ്പസ് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? 2 കാര്യത്തിന്റെയും മറ്റൊരു എക്സ്പ്ലനേഷനും കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. He chose us in Him. അവനിൽ നമ്മളെ തെരഞ്ഞെടുത്തു. 2, He predestined us. Predestination, predestined us or predetermined us. Destin or destine എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്ക് നമുക്ക് അത്ര പരിചയമല്ല, പക്ഷെ നമുക്ക് വളരെ പരിചയമുള്ള. അതുകൊണ്ട് ഡെസ്റ്റിനി. ഡെസ്റ്റിനി എല്ലാവർക്കും അറിയത്തില്ലേ? എന്താ ഡെസ്റ്റിനി? വിധി നമ്മൾ പറയല്ലേ? ഫേറ്റ്. ഡെസ്റ്റിനി, the final stage, for the final stage. അപ്പോൾ predestined എന്ന് പറഞ്ഞാൽ എന്താ? Destiny is determined in advance.
അണ്ടർസ്റ്റാൻഡ്? നമ്മുടെ ഡെസ്റ്റിനി അഡ്വാൻസ് ആയി തന്നെ തീരുമാനിച്ചു, മുൻ നിയമിച്ചു. വേദപുസ്തകത്തിലല്ല, ക്രൈസ്തവ ലോകത്ത് നൂറ്റാണ്ടുകളായി നടക്കുന്ന വലിയ കോൺഫ്ലിക്റ്റുകളാണിത്. സഭായോഗത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ കുറച്ച് കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. കാരണം ചിലരൊക്കെ എന്നോട് വിസിറ്റിങ്ങിനൊക്കെ സമയത്ത് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ രണ്ട് കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ ഒറ്റ വാക്യം, പക്ഷെ രണ്ടും ഒന്ന് തന്നെയാ. ഒന്നോടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ചോസസ്, അവൻ നമ്മളെ തെരഞ്ഞെടുത്തു. രണ്ട്, മുൻനിർണയിച്ചു. പക്ഷെ അടുത്ത വാക്ക് എന്തിനാ നിയമിച്ചത്? എന്തിനു മുൻ നിയമിച്ചു? Predestined us to adoption as sons. Okay? അപ്പൊ ഞാനതിനെ രണ്ട് വാക്ക്, പ്രെഡിസ്റ്റിന് എന്ന വാക്ക് ചോസുമായിട്ട് ചേർത്ത് വെക്കുകയാണ്. അത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന, അതുകൊണ്ട് ദൈവം തെരഞ്ഞെടുക്കുന്നതും മുൻനിർണയിക്കുന്നതും ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. അടുത്തത് എന്തിനാ തെരഞ്ഞെടുത്തത്? എന്തിനാ മുൻ നിയമിച്ചത്? To adopt us, നമ്മളെ ദത്തെടുക്കാൻ വേണ്ടി. ദത്തെടുക്കാൻ എങ്ങനെ ദത്തെടുക്കാൻ വേണ്ടി? Not as infants, not as children. ശിശുക്കളായിട്ട് അഡോപ്റ്റ് ചെയ്യല്ല. നമ്മുടെ നാട്ടിൽ അഡോപ്ഷൻ നടക്കുന്ന എപ്പോഴാ? ശിശുക്കളായിരിക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് as sons. എന്തോ പുത്രന്മാരായിട്ട്. പുത്രിമാരെ പേടിക്കണ്ട, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ ഫുൾ ഗ്രോൺ ചിൽഡ്രൻ. എന്താ ഫുൾ ഗ്രോൺ ചിൽഡ്രന്റെ പ്രത്യേകത? ഗലാത്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ കാണാം, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ഒരു ഗുണവും ഇല്ല. പക്ഷെ when he comes to the full growth, growing as the son and daughters, അപ്പോൾ ആ കുടുംബത്തിലെ സകലത്തിനും അവൻ ആരാ? അവകാശിയാ. അവൻ ദൈവത്തിങ്കൽ നിന്നുള്ള, ചുരുക്കി പറഞ്ഞാൽ ഞാൻ പിന്നാലെ വിശദീകരിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുക, തെരഞ്ഞെടുത്തു, മുൻനിർണയിച്ചു. എന്തിന്? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഇങ്ങനെ പറയാം. ദൈവം പിതാവാണെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവെന്നായ കൊരിന്ത്യർ ലേഖനത്തിൽ വിളിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ ആ പിതാവിന്റെ സകല സമ്പത്തുകൾക്കും നിങ്ങളും അവകാശിയായി തീരേണ്ടതിന്, സ്തോത്രം, താഴെ പറഞ്ഞിട്ടുണ്ട് അവകാശം, അവകാശിയായി തീരേണ്ടതിനുള്ള ഫുൾ സ്റ്റാൻഡിങ്ങോടെ, ഫുൾ റൈറ്റോടെ നിങ്ങളെ അവൻ ആയിത്തീരേണ്ടതിന് നിങ്ങളെ തെരഞ്ഞെടുത്ത് മുൻ നിയമിച്ചു. പൗലോസ് പറയുന്നത് അറിയാമോ? ഞാൻ പറയുന്നത് ഡോക്സോളജിയാ. എന്താ ഡോക്സോളജി? പ്രാർത്ഥന, സ്തുതിഗീതം, ആരാധനാഗീതം. Blessed be God. അങ്ങനെയാണ് തുടങ്ങിയത്. Blessed be God. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതെങ്ങനെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് പറയാം. അത് പറഞ്ഞു വന്നിട്ടാണ് പറയുന്നത്, ഒന്നുകൂടെ വായിച്ചാൽ മനസ്സിലായി, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ മുൻ നിയമിക്കുകയും ചെയ്തു. മലയാളത്തിൽ നല്ല ട്രാൻസ്ലേഷൻ തന്നെയാണ്. അപ്പറേ മറന്നു പോകരുതേ. For the praise of his glory, അവന്റെ ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ്, ഗ്ലോറിയസ് ഗ്രേസ്, അവന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി എന്ന് പറഞ്ഞാൽ അവന്റെ കൃപയുടെ മഹത്വം, അല്ലെ മഹത്വമുള്ള അവന്റെ കൃപ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ് ഇതിന്റെ സിമ്പിൾ ട്രാൻസ്ലേഷൻ. എന്തിനു വാഴ്ത്തപ്പെടണം? രണ്ട് കാര്യം ചെയ്യുന്നതിന്, അല്ലെ? ഏത് രണ്ട് കാര്യം ചെയ്തു? chose and predestined, തെരഞ്ഞെടുക്കുകയും മുൻ നിയമിക്കുകയും ചെയ്തു. പിന്നെ adopted us. ഇനി നിങ്ങൾ എഫെസ്യ ലേഖനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാമെങ്കിലും ഒന്ന് പറയട്ടെ, നമ്മൾ ആരായിരുന്നു? വേദപുസ്തകത്തിന്റെ ഭാഷയിൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ കാണാൻ കഴിയും, you by nature you are the children of wrath. പ്രകൃതിയാൽ നിങ്ങൾ ആരായിരുന്നു? കോപത്തിന്റെ മക്കളായിരുന്നു. വീണ്ടും കുറെ അധ്യായങ്ങൾ കഴിയുന്നുണ്ട്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പരദേശികളും, ലോകത്തിൽ ദൈവമില്ലാത്തവർ, ദൈവത്തെ കൂടാതെയുള്ളവർ, കോപത്തിന്റെ
കോപത്തിന്റെ മക്കൾ, പിന്നെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ. ഇപ്പൊ നോക്കിക്കേ, മരിച്ചവരായിരുന്ന, കോപത്തിന്റെ മക്കളായിരുന്ന, ഇനി രണ്ടാം അധ്യായത്തിലേക്ക് അനുസരണക്കേടിന്റെ ഈ മക്കളായിരുന്ന, ഇതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഏതനുസരണക്കേടിന്റെ? ഈ ലോകത്തിന്റെ ശക്തികൾക്കനുസരിച്ച് ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ മക്കളായിരുന്നു നമ്മൾ. ആ മക്കളെ ദൈവം എന്ത് ചെയ്തു? അഡോപ്റ്റ് ചെയ്തു. അഡോപ്റ്റ് ചെയ്തപ്പോ ആരായി തീർന്നു? വെറുതെയാണോ യോഹന്നാൻ പറഞ്ഞത്? കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകി തന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവന്റെ രക്തത്താൽ നമുക്ക് അവന്റെ മക്കളായി തീരാനുള്ള അവകാശം തന്നിരിക്കാം. അതിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇതൊരു പദവിയാണ് കേട്ടോ. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നത് പദവിയാ. ദൈവമക്കളെ വിളിക്കപ്പെടുക മാത്രമല്ല, ആയിരിക്കുന്നത് പദവിയാ. ഇന്ന് പകലിൽ ഓർക്കണം, പ്രകൃതിയാൽ സ്വാഭാവികമായി, by nature we were the children of wrath, we were the children of Satan, we were the children of darkness. പക്ഷെ അഡോപ്റ്റ് ചെയ്തു. എപ്പോഴാണ് ഇതൊക്കെ നടന്നത്? ലോക സ്ഥാപനത്തിന് ബിഫോർ ദ ടൈം ബിഗാൻ. വീണ്ടും ഇവിടേക്ക് വരും കേട്ടോ. അപ്പൊ നിങ്ങൾ പറ, ആരാ ഇത് ചെയ്തത്? ഫാദർ. മെയിൻ അല്ലേ? ത്രൂ ക്രൈസ്റ്റ്. അപ്പോൾ ആദ്യത്തത് ഈ 4, 5, 6 വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഷോർട്ടൻ ചെയ്യാണ്. എക്സാക്ട്ലി അല്ലെങ്കിലും ബ്ലെസ്സിങ്സ് ഫ്രം ദ ഫാദർ. പിതാവിന്റെ അനുഗ്രഹങ്ങൾ. ക്ലാസ് പോലെ ഞാൻ ഇങ്ങനെ പോകാൻ കാരണം സഹായമാണെന്ന് എനിക്കറിയാം. എങ്കിലും അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങളുടെ മനസ്സും കൂടെ ഒന്ന് കണ്ടീഷൻ ആകണമെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഗ്രഹിക്കണം. അപ്പൊ പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഏതാ? നിങ്ങൾ പറ. പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഏതാ? He chose us, He predestined us, He adopted us. All this happened എപ്പോഴാ? Before the time began. Now let us come. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരിക. രണ്ടാമത്തെ ഭാഗം അവസാനിക്കുന്ന 12-ാം വാക്യത്തില് അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ, to the praise of his glory, to the praise of his glory. അല്ലെ? അവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? രണ്ടാമത് എന്തിനാ സ്തുതിക്കുന്നത്? 7-ാം വാക്യം നോക്കിക്കേ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇംഗ്ലീഷ് വായിച്ച്. We have redemption through his blood. മതി. We have redemption. ആദ്യത്തേനകത്ത് എന്തൊക്കെ പറഞ്ഞു? ചൂസ്. തിയോളജിക്കലി പറയുന്ന ഭാഷ ഏതാണെന്നറിയാമോ? ഇലക്ഷൻ. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഏതൊക്കെയാ? ഇലക്ഷൻ ആൻഡ് അഡോപ്ഷൻ. Can you understand? Election and adoption. ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആരാ? റിഡംഷൻ. അതെങ്ങനെയാ കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്? ഏതാ വാക്യം വായിച്ചെന്താ? അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ. ആരാ നമുക്ക് വേണ്ടി രക്തം ചിന്തിയത്? പുത്രൻ. അങ്ങനെയെങ്കിൽ that is the blessing from the son. The blessing from the son is redemption. He redeemed us. He redeemed us. പിന്നെ ഒരു കാര്യം കൂടെ പ്രധാനമായിട്ട് അവിടെ ചെയ്തു. 2-3 കാര്യങ്ങളുണ്ട്. എങ്കിലും 2 കാര്യം ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, റിഡംഷൻ. ഇനി 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് എന്താ? അവനിൽ താൻ മുൻനിർണയിച്ചതിന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. He made known to us the mystery of his will. അവന്റെ ഇഷ്ടത്തിന്റെ, അവന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമുക്ക് made known to us. എന്താ അറിയിച്ചു തന്നത്? മിസ്റ്ററി. മിസ്റ്ററി എന്ന വാക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ ഈ പുസ്തകത്തിൽ ഒത്തിരി മിസ്റ്ററീസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് സിമ്പിൾ മനസ്സിലാക്കാൻ ഒരു ചിന്ത പറഞ്ഞു പോകാം. ദൈവത്തിന്റെ രഹസ്യങ്ങൾ 3 വിധത്തിലാണ്. ദൈവത്തിന്റെ രഹസ്യങ്ങൾ 3 വിധത്തിലാണ്. നിങ്ങൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 29 ക്ലാസ്.
മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമ്മുടെ മക്കൾക്കും നമുക്കും നമ്മുടെ മക്കൾക്കും. അവിടെ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്തൊക്കെയാ എന്ന് പറഞ്ഞ്? മറഞ്ഞിരിക്കുന്നത്. രണ്ട്, വെളിപ്പെടുത്തപ്പെട്ടത്. മറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം ആർക്കും ഒരിക്കലും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ പക്കലുണ്ട്. അതറിയാൻ പറ്റുമോ? അതറിയാൻ പറ്റത്തില്ല. രണ്ടാമതാണെന്ന് അറിയാമോ? അവിടെ തന്നെ പറഞ്ഞതാ, വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേതാ? അതാ ഈ ന്യായപ്രമാണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞേക്കുവാ, ദൈവം ഓൾറെഡി വെളിപ്പെടുത്തിയത്. അത് ഏതാന്നാ പറഞ്ഞേക്കുന്നത്? അവിടെ തന്നെ പറഞ്ഞേക്കുന്നത് ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാ, ദൈവത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ വെളിപ്പാട് ഏതാ? ദൈവത്തിന്റെ മർമ്മം. സോറി, അത് ദൈവത്തിന്റെ വചനം. അത് ആർക്ക് വേണ്ടിയുള്ളതാ? മോശയ്ക്ക് വേണ്ടി മാത്രമല്ല, നമുക്കും നമ്മുടെ മക്കൾക്കുള്ളതാ. പക്ഷെ വീണ്ടും ആ വെളിപ്പെടുത്തപ്പെട്ട മർമ്മത്തെ രണ്ടായിട്ട് തിരിക്കാം. രണ്ട്, ഒന്ന് പഴയ നിയമകാലങ്ങളിൽ വെളിപ്പെട്ട കാര്യങ്ങൾ. രണ്ട്, പുതിയ നിയമത്തിൽ വെളിപ്പെട്ട കാര്യങ്ങൾ. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ പിന്നീട്. കാരണം പൗലോസ് തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, അത് പൂർവ്വകാലങ്ങളിൽ എഫെസ്യരിൽ പറഞ്ഞിട്ടുണ്ട്, ആർക്കും വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, അല്ലെ സമയം വന്നപ്പോൾ, ദൈവം അപ്പോസ്തലന്മാർക്കും ഒക്കെ ദൈവം വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ന്യൂ ടെസ്റ്റമെന്റ് റെവലേഷൻസ്. ന്യൂ ടെസ്റ്റമെന്റ് റെവലേഷൻസ് അതാർക്കാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പല കാര്യങ്ങളും ആർക്കറിയത്തില്ലായിരുന്നു? പഴയ നിയമത്തിൽ ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. വിതൗട്ട് എനി ഇന്റർപ്രിട്ടേഷൻ, വിതൗട്ട് എ കമന്ററി, we all know it's about Christ. കാരണം എന്നാ? അതുപോലെ ചോദിക്കുന്ന വേറൊരാൾ ചരിത്രത്തിൽ ഇല്ല. പക്ഷേ യെശയ്യാവിന് മനസ്സിലായായിരുന്നോ? ഇല്ല. പത്രോസിന്റെ ലേഖനം വായിച്ചു നോക്കണം. ആരാഞ്ഞവർ അന്വേഷിച്ചു നോക്കി. ആരെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ്, സമയമേതാണ്? അപ്പൊ വെളിപ്പെടുത്തിയില്ല. അപ്പൊ വെളിപ്പെടുത്തപ്പെട്ടതിൽ പഴയ നിയമത്തിൽ മാത്രം വെളിപ്പെട്ടത്, അതിനുശേഷം പുതിയ നിയമം വരെ ദൈവം മറച്ചു വച്ചിരുന്നത്. സ്തോത്രം. അങ്ങനത്തെ മർമ്മങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടോ അത് ആർക്ക് വെളിപ്പെട്ടു? അപ്പോസ്തലന്മാർക്കും മറ്റും വെളിപ്പെട്ടു. അതിനുശേഷം ദൈവം പിന്നീട് ആർക്കും മർമ്മം വെളിപ്പെടുത്തിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട ആ മർമ്മം എന്ത്? അതാ പുതിയ നിയമം. അത് ആർക്കുള്ളതാ? നമുക്കുള്ളതാ. നമുക്ക് അത് വെളിപ്പെടുത്തി. ഇനി എന്തോ വെളിപ്പെടേണ്ടത്? ഇനി വെളിപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ദൈവത്തിന്റെ റിസോഴ്സുകൾ ഇൻഎക്സോസ്റ്റബിൾ ആണ്. അത് വെളിപ്പെടാനുണ്ട്. പക്ഷെ അതിന് ഇനി എന്ത് ചെയ്യത്തില്ല? അത് നമ്മൾ അവിടെ ചെല്ലുന്നോളം വരെ വെളിപ്പെടത്തില്ല. ഞാൻ ഇത്രയും പറഞ്ഞ വേറൊരു കാര്യം പറയാനാ. അവിടെ പറയാം. ചില പറയത്തില്ലേ, ഞാൻ സ്വർഗത്തിൽ പോയി. മേരി ബാക്സ്റ്ററിനോടല്ലോ റെവലേഷൻ ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ വെളിപ്പാട്. സ്വർഗത്തിന്റെ അങ്ങനെയുള്ള ഒന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇതിൽ വെളിപ്പെടുത്താത്ത ഒരു മർമ്മവും നിത്യത വിടരുന്നത് വരെ ഇനി വെളിപ്പെടുത്തപ്പെടപ്പെട്ടില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? സ്വർഗത്തെ കുറിച്ച് അറിയാനുള്ളതിൽ ഇതിലുണ്ട്, നരകത്തെ കുറിച്ച് അറിയാനുള്ളതിൽ ഇതിലുണ്ട്, നിത്യതയെ കുറിച്ച് അറിയാനുള്ളതിൽ ഇതിലുണ്ട്, മരണത്തെ കുറിച്ച് അറിയാനുള്ളതല്ല ഇതിലുണ്ട്. നത്തിങ് മോർ. അപ്പൊ ഒരു ത്രീ ഫോൾഡ് ആണ്. അപ്പൊ ദൈവം വെളിപ്പെടുത്താത്ത ഒരു കാര്യം, ഏത് വെളിപ്പെടുത്താത്ത ഒരു കാര്യം? ദ മിസ്റ്ററി ഓഫ് ഹിസ് വിൽ. ഞാൻ അല്പം കൂടെ വിശദീകരിക്കാം പിന്നീട് പോകുമ്പോഴത്തേക്ക്. മിസ്റ്ററി ഓഫ് എന്ന് പറഞ്ഞാൽ അവിടെ മിസ്റ്ററി എന്ന് പറയുന്നത് സീക്രട്ട് ഓഫ് ഹിസ് വിൽ എന്നൊക്കെ ട്രാൻസ്ലേഷൻ. മിസ്റ്ററി മീൻസ് ഒരു കാലം വരെ വെളിപ്പെടുത്തപ്പെടാതിരുന്നതും എന്നാൽ ഒരു പ്രത്യേക സമയത്ത് ദൈവം തന്റെ ദാസന്മാർക്ക്, ദൈവമക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയതുമാണ് മർമ്മങ്ങൾ. ഓർത്തിരിക്കണം,
വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ ആർക്കും വെളിപ്പെടുത്തപ്പെടാത്തതല്ല. ഒരു സമയം വരെ ദൈവം അത് വെളിപ്പെടുത്തിയില്ലായിരുന്നു. എന്നാൽ ഒരു സമയമായപ്പോൾ ദൈവം വെളിപ്പെടുത്തി. സ്തോത്രം. അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടതാണ് വേദപുസ്തകത്തിന്റെ മർമ്മം. അപ്പോൾ ഇനി വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അവിടെ പറയുകയാണ്, He made known to us, He revealed to us. അവൻ നമുക്ക് വെളിപ്പെടുത്തി. എന്ത് വെളിപ്പെടുത്തി? അവന്റെ ഹിതം എന്തായിരുന്നു എന്നുള്ളത് ഇതുവരെ ആരാഞ്ഞു നോക്കിയവർക്കാർക്കും മനസ്സിലായില്ല. എന്നാൽ പൗലോസ് പറയുക, നമുക്ക് എനിക്കിപ്പോ നിങ്ങളുടെ ഹിതം അറിയണം. എങ്ങനെ അറിയാൻ പറ്റും? എനിക്ക് നിങ്ങളുടെ ഹിതം എങ്ങനെയൊന്നും അറിയാൻ പറ്റും? എനിക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടറിയാം. നിങ്ങൾക്ക് എന്റെ ഹിതം അറിയണം. നിങ്ങൾ എന്ത് ചെയ്യും? സംസാരിക്കുമ്പോൾ മനസ്സിലാകുമോ? ചോദിക്കുമ്പോൾ പറയുമോ? നിങ്ങളെന്താ ചോദിക്കാൻ പോകുന്നത്? പാസ്റ്റർക്ക് ഇഷ്ടം എന്താന്നല്ലേ? പാസ്റ്ററിന്റെ ഇഷ്ടം എന്താ? നിങ്ങൾക്ക് എങ്ങനെ എന്റെ ഇഷ്ടം അറിയാൻ പറ്റും? എനിക്കെങ്ങനെ നിങ്ങളുടെ ഇഷ്ടം അറിയാൻ പറ്റും? ഈ ഭൂമിയിൽ ഒരു മാർഗമില്ല. എക്സ്റേ എടുത്ത് നോക്കാൻ പറ്റുമോ? സ്കാൻ ചെയ്യാൻ പറ്റുമോ? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് നിങ്ങളെ ഇത് അറിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഞാൻ അതുപോലെ എന്റെ മനസ്സ് നിങ്ങളുടെ മുമ്പിൽ തുറക്കണം. അല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട്, നിങ്ങൾക്ക് എന്റെ മനസ്സിലേക്ക് കയറണം. ഇത് രണ്ടും നടക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ഹിതം അറിയണമെങ്കിലോ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം തന്റെ മനസ്സ് മുഴുവനും തുറക്കണം. അല്ലേ? പൗലോസ് പറയാ, ആ മനസ്സിന്റെ അകത്തിരുന്ന രഹസ്യങ്ങളുണ്ടല്ലോ അവൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എനിക്കെന്നല്ല, നമുക്ക് വെളിപ്പെടുത്തി തന്നു. He made known to us. അങ്ങനെ അറിഞ്ഞാൽ നിങ്ങൾക്ക് അല്പപ്പെടുത്തു മനസ്സിലാക്കാൻ പറയാം. സാംസനെ എങ്ങനെയാ പിടിച്ചത്? ശിംശോനെ എങ്ങനെയാ പിടിച്ചത്? അവന്റെ ശക്തി എങ്ങനെയാ പോയത്? ദലീലായി പറഞ്ഞു അല്ലേ? പല പ്രാവശ്യം ചോദിച്ചു, നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണ്? പല കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ഉണ്ടായിരുന്നു. അവസാനം അവന്റെ മനസ്സ് മുഴുവൻ ആ സ്ത്രീയുടെ മുൻപിൽ തുറന്നിട്ട് പറഞ്ഞു, ഇനി എന്റെ മനസ്സിനകത്തൊന്നുമില്ല. അന്ന് രാത്രി അവൻ പിടിക്കപ്പെട്ടു. അന്ന് രാത്രി അവന്റെ ശക്തി വിട്ടുപോയി. ഇങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഹിതം അറിയണമെങ്കിലോ ദൈവം വെളിപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയാവുന്ന പ്രപഞ്ചത്തിന് പരിമിതികളുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്ര ബഹുലമാണ്. അതിനപ്പുറത്തുള്ള അവന്റെ ജ്ഞാനത്തിന്റെ ആഴങ്ങളും അതിന്റെ ഭണ്ഡാരങ്ങളും ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയാത്ത നമ്മളോട് ദൈവം തന്റെ ഹിതത്തിന്റെ മർമ്മം ഒന്ന് വെളിപ്പെടുത്തി തന്നപ്പോ തിരിച്ചെന്നാ പറയും? അയ്യോ, ആ ദൈവം വാഴ്ത്തപ്പെടട്ടെ. അല്ല, എന്താ പറയാനുള്ളത്? പ്രസിഡന്റ് പ്രധാനമന്ത്രിയുടെ രഹസ്യം പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല, ആണോ? അല്ല. പക്ഷെ മോദിജി നാളെ എന്നെ വിളിച്ചിട്ട് ഈ രാജ്യത്തിന്റെ ഒരു വലിയ രഹസ്യം എനിക്ക് നിന്നോട് പറയണമെന്ന് തോന്നിയാലോ? എനിക്ക് തോന്നുന്നില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമെന്ന്. അവിടെ തന്നെ കിടന്ന് ചാവും. കാരണം എന്നാ? സന്തോഷം കൊണ്ടല്ലേ? എങ്ങനെയെങ്കിലും ഇന്ന് പോയി സന്തോഷമില്ലേ? അവന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, to the praise of his glory എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ദൈവം ചെയ്തു തന്നത് എന്തിനാണെന്ന് അറിയാമോ? അവന്റെ മഹത്വം പുകഴ്ത്തപ്പെടണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ രണ്ട് കാര്യം ഞാൻ അവിടെ പറഞ്ഞു. ഒന്ന് എന്താ പറഞ്ഞത്? He redeemed us. Redemption. രണ്ടാമത് revelation. What revelation? പിശാചിനെ അല്ല, ഇരുട്ടിനെ അല്ല, അന്ധകാരത്തെ അല്ല, പോരാട്ടത്തെ അല്ല, നിത്യനായ ദൈവത്തിന്റെ ഹിതത്തിൽ ഒളിച്ചു വെച്ചിരുന്ന നൂറ്റാണ്ടുകൾ. അബ്രഹാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു.
ഹനോക്കിനെ സംബന്ധിച്ച് പറയുന്നത് എന്താ? അവൻ ദൈവത്തോട് കൂടെ നടന്നു. എത്ര ദിവസം? എത്ര വർഷം? 300 സംവത്സരം. 365 കൊണ്ട് ഗുണിക്കുക, 24 കൊണ്ട് വീണ്ടും ഗുണിക്കുക, 60 കൊണ്ട് വീണ്ടും ഗുണിക്കുക, 60 കൊണ്ട് വീണ്ടും ഗുണിക്കുക. അത്രയും സെക്കൻഡുകൾ ഒരുമിച്ച് നടന്നിട്ട് ഒരിക്കൽ പോലും തന്റെ ഹൃദയത്തിന്റെ രഹസ്യം ആ മനുഷ്യന്റെ മുമ്പിൽ തുറക്കപ്പെടാതിരുന്ന, തന്റെ സ്നേഹിതനെന്ന് വിളിച്ച അബ്രഹാമിനോട് ഒരിക്കലും പറയാതിരുന്ന ദൈവം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത്, എന്റെ ദാസനായ അബ്രഹാമിനോട് ഞാൻ എന്റെ രഹസ്യം മറച്ചു വെക്കുമോ? പക്ഷെ ഇത് മറച്ചു വെച്ചു. പക്ഷെ പൗലോസ് പറയുക, അത് ബലഹീനരായ നമുക്ക് അത് വെളിപ്പെടുത്തി തന്നു. തിരിച്ചെന്ന് പറയണം, praise be to God, blessed be God. പുതിയ നിയമ ദൈവ പൈതലേ, അന്യഭാഷ പറയാൻ വേറെ റീസൺ വേണ്ട, പാട്ടിന്റെ അകമ്പടി വേണ്ട, കൊട്ടിന്റെ താളം വേണ്ട. നിത്യത മുതൽ നിത്യത വരെ നിനക്ക് വേണ്ടി പിതാവിലൂടെയും പുത്രനിലൂടെയും ലഭിച്ച അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയുടെ ഒരൽപ്പം മനസ്സിലാക്കിയാൽ മതി. നിർത്താതെ നീ ദൈവത്തിന് സ്തോത്രം പറയും, ദൈവത്തെ സ്തുതിക്കും, പാടും. മണ്ണെ പ്രതി മാണിക്യം എനിക്ക് വേണ്ടെന്ന്, വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിയിടുന്ന ജടിക സുഖങ്ങൾ മാടി വിളിക്കുമ്പോൾ യെരൂശലേം പുത്രിമാർ രാപ്പകൽ അനുരാഗ ചിത്രായി തീരാൻ സെഡ്യൂസ് ചെയ്യുമ്പോൾ പാസ്റ്റർ പാടി, എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ കാണുന്നില്ല. എന്താ? സുന്ദരന, മനോഹര, നിന്നെ പിരിഞ്ഞി ലോകയാത്ര, നിന്നെ പിടിഞ്ഞ് പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല. അപ്പോൾ ഇതെല്ലാം മണ്ണാണെന്നും മാണിക്യം ഇപ്പുറത്തുണ്ടെന്നും തിരിച്ചറിയുന്ന ഒരു ദൈവവൈതലിന് മാത്രമേ അങ്ങനെ പാടാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകലിൽ ദൈവവൈതലെ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏതെങ്കിലും നന്മയ്ക്ക് വേണ്ടിയല്ല. അതൊക്കെ സമയത്ത് ദൈവം നിനക്ക് തരും. ജോലി തരും, വീട് തരും, കാറ് തരും, അനുഗ്രഹം തരും, വിസ തരും, എല്ലാം തരും. അതിനുവേണ്ടി നീ പുറകെ പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയതാ, ഇങ്ങോട്ട് അനുഗ്രഹിക്കുന്നല്ലേ? അനുഗ്രഹം വേണോ അങ്ങോട്ട് ചോദിക്കല്ല, ഇങ്ങോട്ട് അനുഗ്രഹിക്കുക. സ്തോത്രം. അപ്പോൾ ഞാൻ 2 വാചകം കൂടെ പറഞ്ഞ് നിർത്താം. 2 കാര്യം ഞാൻ പറഞ്ഞോളൂ. പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, പുത്രനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ. സ്തോത്രം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്, ഇതിലേക്കൂടെ ഒന്ന് വരാം, 13, 14. അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താ? സ്തോത്രം. You to the praise of his glory. NIV ബൈബിൾ വായിക്കുമ്പോൾ 2 കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. 13, 14. അവരിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി അവകാശത്തിന്റെ ആചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. In English, NIV വായിക്കുമ്പോൾ you are also included in Christ. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. You are also included in Christ when you heard the truth, the gospel of your salvation. നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ഈ പദ്ധതിക്കനുസരിച്ച് ഈ വലിയ പ്രോജക്റ്റിലേക്ക്, ഈ വലിയ കുടുംബത്തിലേക്ക് ദൈവം നിങ്ങളെ ഉൾപ്പെടുത്തി. 2, എന്താണെന്നറിയാമോ? ഉൾപ്പെടുത്തപ്പെട്ടവരെ തിരിച്ചറിയണ്ടേ? And you are sealed. You are marked with a seal, which is that the Holy Spirit. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം കൊണ്ട് നിങ്ങളെ എന്ത് ചെയ്തു? അവിടെ NIV എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. So that you NIV ഉണ്ടെങ്കിൽ verses 13 and 14. And you also were included in Christ when you heard the message of truth, the gospel of your salvation. When you believed, you were marked in him with a seal. You are marked with a seal, the promised Holy Spirit. Then who is a deposit guaranteeing our inheritance until the redemption of those who are God's possession to the praise of his glory. To the praise of his glory. നിങ്ങൾ ശ്രദ്ധിച്ചോ? കൃത്യമായി
തെരഞ്ഞെടുത്തത് വീണ്ടും അവിടെ എഴുതിയിട്ടുണ്ട്, പ്രെഡിസ്റ്റൻഡും അവിടെ എഴുതിയിട്ടുണ്ട്, മുന്നേ വെച്ചൊന്നും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? യു ആർ ഇൻക്ലൂഡഡ്, യു ആർ മാർക്ക്ഡ് ആൻഡ് പിന്നെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടിങ് യുവർ ഇൻഹെറിറ്റൻസ്. പിന്നെ പറഞ്ഞിരിക്കുക എപ്പോൾ വരെ? until redemption. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പദം അറിയാമോ? God's possession. തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മൾ ഇല്ലാതിരുന്നൊരു കാലത്ത്, നിത്യതയിൽ തുടങ്ങിയതാണ്. ബിഫോർ ദ ടൈം ബിഗാൻ. തെരഞ്ഞെടുത്തു, മുൻ നിയമിച്ചു. പിന്നെ നമ്മളിവിടെ പറഞ്ഞതാ, പിതാവിന്റെ ഭാഗത്തെന്ന് പറഞ്ഞത് അഡോപ്റ്റ് ചെയ്തു. ഇപ്പോൾ ആരാക്കി തീർത്തു? പൊസഷൻ ആക്കി തീർത്തു, സ്വത്താക്കി തീർത്തു, സമ്പത്താക്കി തീർത്തു. ആ സമ്പത്തായി തീരാൻ വേണ്ടി എന്താണെന്നറിയാമോ? മാർക്ക് ചെയ്തു. ആരാൽ മാർക്ക് ചെയ്തു? പരിശുദ്ധാത്മാവിനാൽ മാർക്ക് ചെയ്തു. അപ്പൊ യു ആർ ഓൾസോ ഇൻക്ലൂഡഡ്, യു ആർ മാർക്ക്ഡ്. അപ്പൊ തുടങ്ങിയത് ഒന്നുമല്ലാത്തിടത്ത് നിന്ന് നിത്യതയിലെത്തുമ്പോൾ, പൗലോസ് പറയാ, നിത്യതയിലെത്തുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവൂ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സന്തോഷം ഉണ്ടാവൂ. ഇതെങ്ങനെയാ ഭാഷ പറയുന്നത്? ചെന്നല്ലേ സന്തോഷമാകുമോ? തീർച്ചയായും സന്തോഷം. ആർക്കായിരിക്കും സന്തോഷം? നമുക്കല്ല സന്തോഷം. നമുക്ക് സന്തോഷമുണ്ട്, അതിനേക്കാൾ 1000 മടങ്ങ്, 1000 മടങ്ങ് ദൈവത്തിന് സന്തോഷം. എന്നറിയാമോ? എന്റെ പുത്രന് ഞാൻ ഭൂമിയിലേക്ക് അയച്ച് അവന്റെ ജീവനെ മറുവിലയായി കൊടുത്ത് ഞാൻ നേടിയെടുത്തൊരു സമ്പത്ത് ഇതാ ഇന്ന് നിത്യതയിലേക്ക് വന്നിരിക്കുന്നു. സകല ദൂതന്മാരും ആ സമ്പത്ത് കാണാൻ ഓടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. സ്വർഗത്തിന്റെ മണിമകളവും ദൈവത്തിന്റെ മഹത്വവും ദർശിച്ചിട്ടുള്ള ആ ദൂതന്മാർ അത്ഭുതാദരവുകളോടെ അവരെ നോക്കി നിൽക്കും. ചേർത്ത് നിർത്തി ദൈവം പറയും, ഈ ഭൂമിയിൽ, നമ്മുടെ ഭാഷയിൽ നിങ്ങൾ പറയാട്ടോ, ഈ ഭൂമിയിൽ വെച്ച് അബ്രഹാമിനെയും സഹാക്കിനെയും യാക്കോബിനെയും ഒക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ദൈവം പറഞ്ഞത് അവരുടെ ദൈവമെന്ന് വിളിക്കാൻ അവൻ ലജ്ജിച്ചില്ല എന്നാണ്. നിത്യതയിലെത്തുമ്പോഴും എന്നെയും നിന്നെയും സ്വർഗീയന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പറയും, this is my possession. ഇതിനെന്താ മറുപടി? ആരാധനയല്ലാതെ, സ്തോത്രമല്ലാതെ, മഹത്വമല്ലാതെ. ഒരു ചിന്തയോടെ പറഞ്ഞ് വേഗത്തിൽ എന്റെ വാക്കുകൾ ഇന്ന് പകൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. NIV ബൈബിൾ നോക്കിയാൽ കാണാൻ പറ്റും ഇതെല്ലാം നടന്ന എങ്ങനെയാണെന്ന് അറിയാമോ? 5-ാം വാക്യത്തിലുണ്ട്, with the pleasure, with his pleasure and will, with his pleasure and will. 6-ാം വാക്യത്തിലുണ്ട്, to the praise of his glorious grace which he freely given us, his purpose, his purpose, we have his glorious grace. അതിന്റെ 7-ാം വാക്യത്തിലുണ്ട്, the riches of God's grace. 8-ാം വാക്യത്തിലുണ്ട്, his will. 8-ാം വാക്യത്തിൽ വീണ്ടും ഉണ്ട്, his purpose. 11-ാം വാക്യത്തിലുണ്ട്, his plan. വീണ്ടും 12-ാം വാക്യത്തിലുണ്ട്, 11-ാം വാക്യത്തിൽ തന്നെയുണ്ട് his purpose. വീണ്ടും അവിടെ തന്നെയുണ്ട് his will. ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ വിൽ, ദൈവത്തിന്റെ പ്ലഷർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ കരുതിക്കൂട്ടിയ ദൈവം ഇതെല്ലാം ചെയ്തത്. അർത്ഥമനസ്സോടെയോ അമനസ്സോടെയോ അല്ല ദൈവം ചെയ്തത്. ഇതോരോന്നും ചെയ്യുമോ ദൈവം വലിയ സന്തോഷവാനായിരുന്നു, വലിയ സന്തോഷവാനായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ സൂക്ഷിക്കുന്നത് സന്തോഷവാനല്ലേ? അപ്പൊ ഈ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ, ഈ വാക്യങ്ങൾ മുഴുവൻ വായിച്ചപ്പോൾ ഞാൻ അതിനൊന്ന് ചുരുക്കി പറയട്ടെ. ഈ 13, 14 നമ്മളെ മാർക്ക് ചെയ്തതും നമ്മളെ ഇൻക്ലൂഡ് ചെയ്തതും നമുക്ക് പ്രാക്ടിക്കലാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ 4, 5, 6 വാക്യങ്ങൾ ഫ്രം ഫാദർ, ബിഫോർ ദ ടൈം ബിഗാൻ. 7 മുതൽ 12 വരെ through the Son, blessings from the Son, in time, in the fullness of time. And verses 13 and 14, by his Holy Spirit, when the time shall be no more. And also in time,
എല്ലാം ഹിസ് പർപ്പസ്, ഹിസ് വിൽ. അപ്പൊ ഈ അധ്യായം മുഴുവൻ, ഈ വാക്കുകൾ മുഴുവൻ വായിക്കുമ്പോൾ കിട്ടുന്ന ചിന്ത എന്താണ്? രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ ചുരുക്കാം. God is for us. God is for us. എന്താ പൗലോസ് പറയുന്നത്? If God is for us, who can be against us? എന്ന് പലരും വിശ്വസിക്കുന്നുണ്ടോ? ആ us എന്നുള്ളത് മാറ്റിയിട്ട് me എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവം എനിക്ക് അനുകൂലമാണ്. ഉള്ള സമ്പത്തെല്ലാം കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്, അനുഗ്രഹങ്ങളെല്ലാം കിട്ടുമെന്നല്ല പറയുന്നത്. ഞാൻ തകർച്ചയുടെ നെല്ലിപ്പലക കാണുമ്പോഴും God is for me, God is for us. ഒന്നുമില്ലാതിരിക്കുമ്പോഴും God is for us.